നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാഖ്യയോഗത്തിൻ്റെ 65 ശ്ലോകം വരെയാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. അതിൽ ഭഗവാൻ പറഞ്ഞത് ചിത്തം പ്രസന്നമാകുമ്പോൾ ജീവാത്മാവിൻ്റെ സർവ്വ ദുഃഖങ്ങളും സർവ്വഭാരങ്ങളും ഇല്ലാതായിത്തീരുന്നു. പ്രസന്ന ചിത്തനായവൻ്റെ നിശ്ചയമായ ബുദ്ധി സ്ഥിരമായി തീരുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അടുത്ത 66 ശ്ലോകം, 66, 67, 68 3 ശ്ലോകങ്ങൾ തുറന്നു വരുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. ശ്ലോകം 66. നാസ്തി ബുദ്ധിർയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തിരശാന്തസ്യ കുത സുഖം. ശ്ലോകം 67. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാ വായുർനാവമിവാംഭസി. ശ്ലോകം 68. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ശ്ലോകം 66 അർത്ഥം നോക്കുമ്പോൾ, മനസ്സിനെ വശത്താക്കാൻ കഴിയാത്ത അവന് ഏകാഗ്രത ഉണ്ടാകില്ല. അത്തരക്കാർക്ക് ഈശ്വരനിൽ ശ്രദ്ധ, ഭക്തി എന്നിവയും ഉണ്ടാകുകയില്ല. ശ്രദ്ധാഹീനരായ മനുഷ്യർക്ക് ശാന്തി ഉണ്ടാകുകയില്ല. അശാന്തർക്ക് സുഖം എവിടെ ലഭിക്കും? ഇതാണ് 66 ശ്ലോകത്തിൻ്റെ അർത്ഥം. തുടർന്ന് 67 അർത്ഥം നോക്കാം. ഇന്ദ്രിയങ്ങളിൽ വിചരിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവൻ്റെ ബുദ്ധി സമുദ്രത്തിൽ കാറ്റിൽപ്പെട്ട വഞ്ചിയെപ്പോലെ ലക്ഷ്യമില്ലാതെ അലയുന്നു. 68 അർത്ഥം നോക്കുമ്പോൾ, അതിനാൽ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, 66ഉം 67. 67 പറഞ്ഞ എന്താണ്? ലക്ഷ്യമില്ലാതെ സമുദ്രത്തിൽ കാറ്റിലകപ്പെട്ട വഞ്ചിയെപ്പോലെ ലക്ഷ്യമില്ലാതെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ എന്താണ്? ഇന്ദ്രിയങ്ങളിൽ വിചരിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവൻ്റെ ബുദ്ധി സമുദ്രത്തിൽ കാറ്റിലകപ്പെട്ട വഞ്ചിയെപ്പോലെ ലക്ഷ്യമില്ലാതെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ മഹാബാഹുവായ ഹേ അർജുന, വിഷയങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും അകന്ന് ഇന്ദ്രിയങ്ങളെ വശത്താക്കിയവൻ്റെ ബുദ്ധി സ്ഥിരമാകുന്നു. യോഗദർശനത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. ഉദാഹരണ സഹിതം, ബ്രഹ്മവിദ്യയിൽ സുഖത്തോട് മൈത്രിയും ദുഃഖിതനോട് കാരുണ്യവും പുണ്യവാനോട് പ്രസന്ന ചിത്തതയും പാപിയെ ഉപേക്ഷിക്കേണ്ടതുമാകുന്നു. അങ്ങനെ ചിത്തം നിർമ്മലമാകുമെന്നർത്ഥം. എന്നാൽ യോഗാഭ്യാസരഹിതമായ ബുദ്ധിയുള്ളവന് എവിടെ നിന്നാണ് ശാന്തി ലഭിക്കുക എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. മാത്രവുമല്ല, മൈത്രി തുടങ്ങിയ കൃത്യമായി ആചരിച്ചാൽ ബലം ലഭിക്കുമെന്നും പതഞ്ജലി പറഞ്ഞിട്ടുണ്ട്. മഹാബാഹു എന്ന അർജുനനെ ഈ അവസരത്തിൽ അഭിസംബോധന ചെയ്തതും ഇതുകൊണ്ട് തന്നെയാണ്. അറുപത്തെട്ടാം ശ്ലോകം നാം ഇപ്പം ശ്രദ്ധിച്ചതിലെ അന്ത്യപാദത്തെ കഠോപനിഷത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം.
കഠോപനിഷത്തിലെ 1-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഒക്കെ പല പല ഭാഗങ്ങളിലായിട്ട് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. ആത്മാവിനെ രഥി എന്നറിയുക. ശരീരം രഥമാകുന്നു, ബുദ്ധി സാരഥിയും മനസ്സാണ് കടിഞ്ഞാൺ. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. അവയിൽ വിഷയങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ തന്നെയാണ് വഴി. ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോട് ചേർന്ന് ആത്മാവാണ് ഭോക്താവ് എന്ന് മനീഷികൾ പറയുന്നു. എന്നാൽ വിജ്ഞാനമില്ലാതിരിക്കുന്നവൻ സർവദാ കടിഞ്ഞാണില്ലാത്ത മനസ്സോട് കൂടിയവനാണ് ആയിത്തീരുന്നു. കടിഞ്ഞാണില്ലാത്ത മനസ്സായി തീർന്നവൻ സമുദ്രത്തിലെ കാറ്റിലകപ്പെട്ട വഞ്ചി പോലെ പോയിക്കൊണ്ടേയിരിക്കും. അവൻ്റെ ഇന്ദ്രിയങ്ങൾ തേരോടിക്കുന്നവൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ തോന്നുംപടി പോകുന്നവയായിരിക്കും. അതുപോലെ തന്നെയാണ് സമുദ്രത്തിൽ കാറ്റിലകപ്പെട്ട വഞ്ചി പോലെ എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് വിശേഷജ്ഞാനമുള്ളവൻ സദാ നിയന്ത്രണ അധീനമായുള്ള മനസ്സുള്ളവനായിരിക്കുന്നു. അവരുടെ ഇന്ദ്രിയങ്ങൾ കടിഞ്ഞാനുള്ള കുതിരകളെപ്പോലെ നിയന്ത്രണത്തിലുള്ളതായിരിക്കും. വിജ്ഞാനമില്ലാത്തവനാകട്ടെ സദാ വരുതിയില്ലാത്തതും ശുചിത്വവും പവിത്രതയും ഇല്ലാത്ത മനസ്സോട് കൂടിയവനുമായിരിക്കും. അവൻ ആ പദത്തെ നേടുന്നില്ല. ജനന മരണങ്ങളെ പ്രാപിക്കുന്നതാണ്. എന്നാൽ വിജ്ഞാനമുള്ളവൻ സദാ മനസ്സിനെ വരുതിയിലാക്കി വയ്ക്കുന്നു. അവൻ സംശയമില്ലാത്ത വിധം തിരിച്ചുവരവില്ലാത്ത ആ പദം നേടുക തന്നെ ചെയ്യും. ബുദ്ധിയെ തേരാളിയാക്കിയിരിക്കുന്നവൻ മനസ്സിനെ നിയന്ത്രണത്തിൽ വെച്ച് പരമപദം നേടുന്നു. രണ്ട് ശ്ലോകങ്ങൾക്ക് മുമ്പ് നാം ശ്രദ്ധിച്ചാൽ ഇന്ദ്രിയ നിഗ്രഹത്തെ പറ്റിയാണ് ഭഗവാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ആത്മസംയമനം പ്രാപിച്ച വിജ്ഞാനം നേടിയവൻ മാത്രമേ കഴിയൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. പരമപദം പ്രാപിക്കാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും വായിക്കുക. ഇപ്പോൾ 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നത് അവ തുടർന്ന് ചേർന്ന് വരുന്നത് കൊണ്ടാണ്. വീണ്ടും വീണ്ടും ശ്ലോകങ്ങൾ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്താൽ വളരെ നന്ന്. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.